ഏറ്റവും നല്ല ഫിലിമായിരുന്നു, കണ്ടതിലേക്ക് മെച്ചം. മാത്രമല്ല നേരെന്നറിയുള്ളൊരു പടം, സൂപ്പർ. ഇതാരാ പറയുന്നത് തെറ്റാണല്ലോ ചേട്ടും, അവർക്കുള്ള മറുപടിയാണ്. നല്ല അഭിനയം, നല്ല മാത്രമല്ല ഇന്നത്തെ ജനറേഷനിൽ ടെക്നോളജി വളർന്നിരിക്കുന്നു. എന്തെല്ലാം രീതിയിൽ ക്യാമറയിൽ പോലും ഏതെല്ലാം അവസരങ്ങളിലും ടെക്നോളജി വളർന്ന് അതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അത് ക്യാമറ കാണിക്കുന്നില്ലേ, എന്തു വേണമെങ്കിലും മാറ്റി കാണിക്കാം. പക്ഷെ അതെല്ലാം സത്യം എല്ലാത്തിനും മുകളിൽ ജയിക്കും എന്നുള്ളത് കൂടിയാണ്. കൊള്ളാം, നല്ലൊരു സിനിമ. എല്ലാ ഡാൻസ്, പാട്ട്, അങ്ങനെ ആക്ഷൻ, അങ്ങനത്തെ സിനിമയല്ല, ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയത്. അതെ ഉറപ്പായിട്ടും ഒരു നല്ല തിരിച്ചുവരവായിരുന്നു. മോഹൻലാലിൻ്റെ അല്ല അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ബേസ്ഡ് സ്റ്റാർ ബേസ്ഡ് പടമല്ല, നല്ല മൂവി, വൺ ടൈം വാച്ചാണ്. സസ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല, ജിത്തു ജോസഫിൻ്റെ നോവൽ പടം പോലെയല്ല. എല്ലാം തുടക്കത്തിൽ തന്നെ നമുക്ക് എന്താ കഥ എങ്ങോട്ടാ പോകുന്നതൊക്കെ അറിയാം. പക്ഷേ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ കുറച്ചായിട്ട് അഭിനയിച്ച ഐശ്വര്യ, പിന്നെ ജഗദീഷ്, സിദ്ദിഖ് എല്ലാവരും നല്ല അഭിനയമാണ്. മോഹൻലാലും നല്ല അഭിനയമാണ്. നല്ല മൂവി കൊള്ളായിരുന്നു. കുറെ ആൾക്ക് ഐശ്വര്യം നല്ലൊരു മോഹൻലാൽ പടം കണ്ട അതെ തോമസ് ഇനി മലയിക്കോട്ടെ വരി ഇറങ്ങുന്നു. പണി തന്നെയാണ് ഈ പടം. അത് അങ്ങനെയും പറയാം. ജിത്തു ജോസഫിൻ്റെ ഒരു നല്ലൊരു പടം തന്നെയാണ്. നല്ല പടമായിരുന്നു, നല്ല വർക്കായിട്ടുണ്ടായിരുന്നു. തുടങ്ങിയ സമയത്ത് നമുക്കൊരു ഫീൽ തോന്നിയില്ല. പടം കൊള്ളാം, നല്ല എൻഗേജിംഗ് ആണ്. ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ്, വളരെ മികച്ചത്, വൻ തിരിച്ചുവരവ് തന്നെയാണ്. ജിത്തു ജോസഫ് നന്നായിട്ട് ലാലേട്ടൻ ഈ ഫിലിമിലോട്ട്, ത്രില്ലറല്ല, നല്ല ഇമോഷണൽ ഫിലിമാണ്. ത്രില്ലിംഗ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, അവസാനം വരെ പിടിച്ചിരുത്തുന്ന നല്ലൊരു പടം. അങ്ങനെയുണ്ട് മോഹൻലാലിൻ്റെ വരവ് എന്ന് പറയാൻ പറ്റില്ല, നല്ല കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനൊരു ഫീലാണ്. നല്ലൊരു കോർട്ട് റൂം ഡ്രാമയാണ്, നല്ല കില്ലം പടമാണ്. ഒരു മോഹൻലാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല കില്ലം പടമാണ്. സംഭവം അല്ലാതെ വലിയൊരു സംഭവമായിട്ടൊന്നും ഇത് ചെയ്യണ്ട. അതായത് നമ്മൾ ദൃശ്യമൊന്നും പ്രതീക്ഷിക്കുന്ന കാര്യം വരണ്ട. സിമ്പിൾ കോർട്ട് റൂം മൂവിയാണ്. അല്ല മീൻസ് അങ്ങനെയല്ലേ, നമ്മൾ ഈ ജനഗണമനയെ കണ്ടില്ല, അതേപോലെ കണ്ടാൽ അല്ലാതെ ഒരു വമ്പൻ പടമല്ല. പക്ഷേ ഇത് അത്യാവശ്യം സൂപ്പറായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലാഗമൊന്നുമില്ല, നല്ലോണം തന്നെ എൻജോയ് ചെയ്ത് കണ്ടിരിക്കും. അവസാനം മോശമായിട്ട് ജസ്റ്റ് എൻഡ് ചെയ്തു. നല്ല പടം. ഇവർക്കുള്ള മറുപടി പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടിയ ഡോസ് വരണം, പക്ഷേ നല്ലോണം ചെയ്തിട്ടുണ്ട്. തിരിച്ചുവരവാണ്. നല്ലൊരു സിനിമയാണ്. സംബന്ധിച്ചാൽ നമ്മൾ ഇത്തവണ ജിത്തു ജോസഫ് സത്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ട്വിസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കോർട്ട് റൂമിൽ നടക്കുന്ന സെയിം സംഭവം തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ആക്ടിങ്, ലാലേട്ടൻ്റെ പഴയ ലാലേട്ടൻ വരുന്നു എന്നൊക്കെ എല്ലാവരും പറയും, അത് സത്യമാണ്. ആ കണ്ണിൽ നമ്മൾ ട്രെയിലറിൽ കണ്ട ആ ഒരു റിയാക്ഷനെല്ലാം കറക്റ്റായിട്ട് ബിഗ് സ്ക്രീനിൽ നമുക്ക് നല്ലൊരു അനുഭവം. ഓരോ ക്യാരക്ടേഴ്സ് ആണെങ്കിലും നമുക്ക് ഇമോഷണലി അറ്റാച്ച് ആവുന്നുണ്ട്. അത് കാസ്റ്റിംഗ് കൊടുത്തിരിക്കുന്നത് അനുശ്വര ആയാലും സിദ്ദിഖ് ആയാലും നമുക്ക് കറക്റ്റാണ്. അല്ലാതെ അയ്യേ ഇത് പോരാ അങ്ങനെ തോന്നുന്ന ഒരു ഇതില്ല. ഒരു പക്ക കോർട്ടിൽ നടക്കുന്ന ഒരു ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ക്രൈം നടക്കുന്നു, ആ പ്രതിയെ കണ്ടുപിടിക്കുന്നു, പിന്നെ നമ്മളത് കോർട്ടിൽ ഇത് എന്താണ് പ്രൊസീജിയർ, എങ്ങനെ തെളിയിക്കുന്നു, അതാണ്. അത് ട്രൂ തന്നെയാണ്, അങ്ങനെയാണ്. വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഒന്ന് കാണുക. ഫാമിലിക്ക് പറ്റിയൊരു സിനിമയാണ്. കോർട്ട് റൂമിൽ നടക്കുന്ന ഒരു കഥ, അത്രയാണ്. ശരിക്കും പലരും കളിയാക്കിയിട്ടുണ്ട്, അഭിനയിക്കാൻ അറിയില്ല, ലാലേട്ടൻ്റെ പടം OTT കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ അവർക്കുള്ളൊരു മറുപടി തന്നെയാണ് ഈ പടം. അവർക്കുള്ളൊരു മറുപടി തന്നെയാണ്. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് ഞാൻ യോജിക്കുന്നില്ല. ഇത്രയും വർഷമായിട്ട് വലിയ നടന്മാരാണ് ലാലേട്ടനും മമ്മൂട്ടി. അപ്പോൾ ലാലേട്ടനൊന്നും ഇനിയൊന്നും തെളിയിക്കാനില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാളെ വൺ ടൈം ഇപ്പോൾ ഫാമിലിക്കായിട്ടൊന്നും കാണാനാണെങ്കിലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മെസ്സേജ് ഉള്ളൊരു മൂവിയാണ്. നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റാണ്. അങ്ങനെ മൊത്തത്തിലൊരു വെരി ഗുഡ്, വെരി വെൽ മെയ്ഡ് ഫിലിം. ലാലേട്ടനെ സംബന്ധിച്ച് സ്ക്രിപ്റ്റ് സെലക്ഷൻ, സ്ക്രിപ്റ്റിൽ പറ്റിയ ബാധിച്ചകളായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെച്ച് നോക്കുമ്പം സ്ക്രിപ്റ്റ് വളരെ കിടലായിട്ടുണ്ട്, മേക്കിംഗ് കിടലായിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ്റെ നാച്ചുറൽ അറ്റാക്കിങ് ആക്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. പിന്നെ നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ട്, നല്ല സീൻസ് ഉണ്ട്, കൈയടിയാൻ പറ്റുന്ന കുറേ ഇമോഷൻസ് വരുന്ന സീൻസ് ഉണ്ട്. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. തിരിച്ചുവരവാണ്. എല്ലാവരും ഡെഫിനറ്റ്ലി ടിക്കറ്റ് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണേണ്ട പടമാണ്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ടാകും. ലാലേട്ടൻ വന്നു മലയക്കോട്ടെ വലിയ വരുമ്പോൾ ആറാടിക്കോളും. ഇത് നമ്മൾ ട്രെയിലറിൽ കാണുന്നതിനൊരു ഇത് തന്നെയാണ്. നമ്മൾ പിന്നെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെ ഇത് ഫിനിഷ് ആവുന്നുള്ള ആ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റ്സ് ആണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ നമ്മൾ കാണുന്നില്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിഭാവത്തോ അല്ലെങ്കിൽ ഒന്നുമില്ല സിമ്പിളായിട്ട് വന്നിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡങ്കിയെക്കുറിച്ചും പറയണം. അതും ഇന്നത്തെ ദിവസം എനിക്ക് ഇതായി. നാളെ സലാറ് ഫസ്റ്റ് വർഷം കാണാൻ വരുന്നുണ്ട്. അതിനി എങ്ങനെയാവുമെന്ന് അറിയാം. ഇന്നത്തെ ദിവസം എന്തായാലും എനിക്ക് രണ്ട് സിനിമ ഒരേപോലെ ഇഷ്ടപ്പെട്ടു. ഞെട്ടിച്ചു. ഇതൊരു നോർമൽ മൂവിയാണ്, ഭയങ്കര